ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ശനിയാഴ്ച കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോന്നപ്പോൾ അങ്ങനെ മേടിച്ചതായിരുന്നു കേട്ടോ കക്ക. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം അതൊന്ന് മസാല തേച്ച് വെക്കുകയാണ്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എന്നും പറയണ പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും കമൻറ്റായിട്ടും അറിയിക്കുക. ഇനിയിപ്പോൾ ഒരു പാനിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് നാടൻ ഡിഷസ് ചെയ്യുമ്പോഴും വെളിച്ചെണ്ണയാണ് കേട്ടോ എപ്പോഴും നല്ലത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു കക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കക്കയിൽ നിന്ന് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിക്കണ്. ഇനിയിപ്പോൾ അത് തുറന്ന് വെച്ചിട്ട് ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ ഞാൻ ആദ്യം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതാ കുറച്ചധികം കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിലും തുടക്കത്തിലും പിന്നെ കറി തിളച്ച് വരുന്ന ടൈമിലും ലാസ്റ്റായിട്ടും ഒക്കെ കറിവേപ്പില ഇടും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ആ ഒരു കറിവേപ്പിലേൻ്റെ ഫ്ലേവറും സ്മെല്ലും ഒക്കെ. അപ്പോൾ ജസ്റ്റ് ആ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാനൊരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഒരു 4 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കക്ക റെഡി ആക്കണം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് വന്നിക്കണ്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഐറ്റം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ലാസ്റ്റായിട്ട് ഒരു അരമുറി നാരങ്ങൻ്റെ നീരും കൂടിയും പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും. കക്ക മാത്രമല്ല കൂന്തളും ചെമ്മീനും ഒക്കെ ഇതുപോലെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഞാനിനി കിച്ചൺ ക്ലീൻ ചെയ്യാണ്. അങ്ങനെ ലഞ്ചും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. പിന്നെ വീഡിയോ എടുത്തത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം നല്ല മഴയായിരുന്നു. അങ്ങനെ എൻ്റെ ചായടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാണിപ്പോൾ ഞാൻ മക്കൾക്ക് പഴം വാട്ടുകയാണ് കേട്ടോ. ചെറിയ മോള് ഒറ്റയ്ക്ക് കഴിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ ചെറുതായി വട്ടത്തിൽ മുറിച്ചിട്ട് നെയ്യിൽ വാട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ ഫോർക്ക് കൊണ്ട് അങ്ങനെ കുത്തിയിട്ട് കഴിച്ചോളും. പിന്നെയുള്ള പണിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ലിവിങ് റൂമിലുള്ള ഈ ഒരു വലിയ പ്ലാന്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.